സ്പാർക്ക് ടു ഫ്ലെയിം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വിസാണിത്. IUCN റെഡ് ലിസ്റ്റ് പ്രകാരം വംശനാശം സംഭവിച്ചവ എന്ന വിഭാഗത്തിലെ ജീവികളെ രേഖപ്പെടുത്തുന്ന പേജിൻ്റെ നിറവും ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നവ എന്ന വിഭാഗത്തിലെ ജീവികളുടെ രേഖപ്പെടുത്തുന്ന പേജിൻ്റെ നിറവും ഏതാണ് മറ്റേ IUCN പ്രകാരം? ഓക്കെ, അപ്പോൾ ഇത് ഉത്തരം ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പൂർണ്ണമായും വംശനാശം സംഭവിക്കുകയും എന്നാൽ മൃഗശാലകൾ പോലുള്ള മനുഷ്യനിർമ്മിത സാഹചര്യങ്ങളിൽ മാത്രം അതിജീവിക്കുകയും ചെയ്യുന്ന ജീവിവർഗങ്ങളെ IUCN ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ സി ആണ്. അതായത് കാട്ടിൽ വംശനാശം സംഭവിച്ചവ, എന്നാൽ ഇതിനെ എന്ത് ചെയ്യും, നമ്മൾ പ്രത്യേക സ്ഥലങ്ങളിൽ പാർപ്പിച്ച് എന്ത് ചെയ്യും, സംരക്ഷിക്കുകയും ചെയ്യും IUCN. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ IUCN റെഡ് ലിസ്റ്റിലെ വംശനാശ ഭീഷണി നേരിടുന്നവ എൻഡേഞ്ചേർഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജീവികളുടെ ഉദാഹരണം ഏത്? നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാം ഇതിലേതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഉത്തരം ബി ആണ്. സിംഹവാലൻ കുരങ്ങും നീലഗിരി താറും. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് തീർച്ചയായിട്ടും ഇത് ക്ലിക്കാവും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി. ഒരു പോഡ്കാസ്റ്റ് പോലെയാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു പോഡ്കാസ്റ്റായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യമായി ഔദ്യോഗിക മൃഗം, പക്ഷി, വൃക്ഷം, പുഷ്പം എന്നിവ പ്രഖ്യാപിച്ച ജില്ല കാസർഗോഡാണ്. കാസർഗോഡിൻ്റെ ഔദ്യോഗിക പുഷ്പം, ജീവി എന്നിവ യഥാക്രമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പാലപ്പൂവനാമയും പെരിയ പോളത്താളിയുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. IUCN റെഡ് ലിസ്റ്റ് പ്രകാരം നിലവിൽ വ്യാപകമായി കാണപ്പെടുന്നതും വംശനാശ ഭീഷണി വളരെ കുറഞ്ഞതുമായ ജീവികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭാഗം ഏതാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാനിപ്പം ഇതിനെക്കുറിച്ച് വിശദീകരണം നൽകുന്നില്ല. വിശദീകരണമൊക്കെ ആ ഒരു വീഡിയോയിലുള്ളത് കൊണ്ട് ഞാനൊരു ഉത്തരം ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് അങ്ങനെ ഒരു ജസ്റ്റ് മാർക്ക് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അഞ്ചാമത്തിൻ്റെ ഉത്തരം ഡി ആണ്. ഓക്കെ, കോഴിക്കോട് ജില്ലയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? അപ്പോൾ ആറാമത്തെ ചോദ്യമായിരുന്നു. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്, മലബാർ റോസ്. IUCN എന്ന അന്താരാഷ്ട്ര സംഘടന സ്ഥാപിതമായ വർഷം അത് 1948 ഗ്ലാൻഡിൽ, സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെയും മലമുഴക്കി വേഴാമ്പലിനെയും IUCN റെഡ് ലിസ്റ്റ് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എട്ടാമത്തെ ദുർബലമായവ. ഒമ്പതാമത്തെ ചോദ്യം. IUCN റെഡ് ലിസ്റ്റിൽ അടുത്ത ഭീഷണി നേരിടുന്നവ